Welcome back to our new class of Commerce for HSS YouTube channel. Dear students, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൻ്റെ ഒന്നാം അധ്യായം ഓവർവ്യൂ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് അതുപോലെ തന്നെ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ സബ് സിസ്റ്റം ഈ രണ്ട് മേഖലയാണ് നമ്മളിന്ന് ഈ ക്ലാസ്സിനകത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത്. പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ഫീച്ചേഴ്സും അതുപോലെ തന്നെ അതിൻ്റെ എലമെൻറ്റ്സും പിന്നീട് ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് കോഡിഫിക്കേഷൻ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഈ ക്ലാസ്സിൽ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് അതുപോലെ തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. കമ്പ്യൂട്ടറിനകത്ത് ഉപയോഗിക്കുന്ന ഡാറ്റാസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിനകത്ത് ഉപയോഗിക്കുന്ന ഡാറ്റാസ് ഇൻ്റർനെറ്റ് വഴിയും അതുപോലെ തന്നെ മറ്റ് മേഖലകളിലും ഉപയോഗിക്കുന്ന ഡാറ്റാസ് നഷ്ടപ്പെടാനും അതുപോലെ തന്നെ അത് ഹൈജാക്ക് ചെയ്യാനും ഹാക്ക് ചെയ്യാനും ഒക്കെ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അതുപോലെ നമുക്ക് ചിലപ്പോൾ ഡാറ്റകൾ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. ഇത്തരം സമയങ്ങളിൽ മറ്റുള്ളവർ നമ്മുടെ സൈറ്റിലേക്കും അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റയിലേക്ക് കയറി വരുന്നത് ഒഴിവാക്കാനും വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നൊരു രീതിയാണ് സെക്യൂരിറ്റി ഫീച്ചേഴ്സ്. അപ്പോൾ സെക്യൂരിറ്റി ഫീച്ചേഴ്സിൽ പ്രധാനമായിട്ടും പിന്നെ 3 തരം സെക്യൂരിറ്റികളാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് പാസ്വേഡ് സെക്യൂരിറ്റി, 2 ഡാറ്റ ഓഡിറ്റ്, 3 ഡാറ്റ വോൾട്ട്. അതിൽ ഒന്നാമത്തേതാണ് പാസ്വേഡ് സെക്യൂരിറ്റി. ഇൻ ദിസ് സിസ്റ്റം there may be a user ID and password for each and every person who is dealing with this software. ഈ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതിനകത്ത് പ്രവേശിക്കുന്നതിന് ഒരു യൂസർ ഐ ഡിയും പാസ്വേഡും നൽകുന്ന രീതിയാണ് പാസ്വേഡ് സെക്യൂരിറ്റി. ഈ യൂസർ ഐ ഡിയും പാസ്വേഡിനും നമുക്ക് ലെറ്റേഴ്സ്, നമ്പേഴ്സ് അതുപോലെ തന്നെ സ്പെഷ്യൽ സിമ്പിൾസ് തുടങ്ങിയവ ഉപയോഗിക്കാവുന്നത്. സാധാരണ നമ്മളിപ്പം ജിമെയിലൊക്കെ ഉണ്ടാവും, നമുക്ക് ജിമെയിൽ ഉണ്ടാവും അല്ലേ. അപ്പോൾ ജിമെയിലൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്യുന്നതിന് നമുക്ക് ഒരു ജിമെയിൽ ഐ ഡി ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു പാസ്വേഡ് ഉണ്ടാവും. അപ്പോൾ അതുപോലെ ചില സിസ്റ്റത്തിൽ തന്നെ നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റം തന്നെ നമുക്ക് എന്താ യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ച് ലോക്ക് ചെയ്യാവുന്നത്. അപ്പോൾ ഇത്തരം ഒരു രീതിയാണ് പാസ്വേഡ് സെക്യൂരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ രീതിയാണ് ഡാറ്റ ഓഡിറ്റ്. ഇവിടെ നമുക്ക് ഐഡൻറ്റിഫൈ ദ പേഴ്സൺ who made changes in the original data. ഇവിടെ നമുക്ക് there may be a system administrator. System administrator can see all the data entered by other users. For each users there may be separate user ID and password, and the different users can do the activities assigned to them only. അപ്പോൾ നമ്മളൊരു ഓർഗനൈസേഷനകത്ത് ഡിഫറെൻറ്റ് യൂസേഴ്സിനോ ഡിഫറെൻറ്റ് ക്ലർക്കുമാരുണ്ടാവും അല്ലെങ്കിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാരുണ്ടാകാം. അപ്പോൾ ഈ ഓരോ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർക്കും സെപ്പറേറ്റ് യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിരിക്കും. അപ്പോൾ ഓരോ ഡാറ്റ എൻട്രിക്കും അവർക്ക് നിശ്ചയിച്ച കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ, മറ്റു കാര്യങ്ങളൊന്നും അവർക്ക് ചെയ്യാൻ സാധ്യമല്ല. പക്ഷേ ഈ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാർ ചെയ്യുന്ന എല്ലാ വർക്കുകളും ആർക്ക് ഓഡിറ്റ് ചെയ്യാൻ പറ്റും? സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർക്ക് ഓഡിറ്റ് ചെയ്യാൻ പറ്റും. സോ ഹി ക്യാൻ ഐഡൻറ്റിഫൈ ദ പേഴ്സൺ who made changes in the original data. നമ്മൾ യഥാർത്ഥ ഡാറ്റയിൽ ആരെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ ഓഡിറ്റ് ചെയ്യാൻ ആർക്ക് സാധിക്കും? സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർക്ക് സാധിക്കും. ഇറ്റ് മേ ബി ദ മാനേജേഴ്സ് ഓർ ടോപ്പ് ലെവൽ ഒഫീഷ്യൽസ് ഇൻ ദാറ്റ് ഓർഗനൈസേഷൻ. ഇത്തരം ഒരു സംവിധാനത്തെയാണ് നമ്മൾ ഡാറ്റ ഓഡിറ്റിനോട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് തേർഡ് വൺ ഡാറ്റ വോൾട്ട്. ഡാറ്റ വോൾട്ട് is stored in data vault. Data is stored in an encrypted form or coded form. അതായത് ഇവിടെ നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ഒരു പ്രത്യേക കോഡിൻ്റെ രൂപത്തിലായിരിക്കും. അപ്പോൾ എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഡാറ്റ എൻകോഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കോഡ് ചെയ്ത ഡാറ്റാസ് തിരിച്ചെടുക്കണമെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി എൻകോഡഡ്. സോ ദ അൺഓതറൈസ്ഡ് യൂസേഴ്സ് കനോട്ട് ഡീകോഡ് ആൻഡ് ഇൻഫോം ദ ഡാറ്റ. അപ്പോൾ എന്താ പറ്റില്ല, എല്ലാ ആളുകൾക്കും ഈ ഡാറ്റാസ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡീകോഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻറ്റർപ്രിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കില്ല. അപ്പോൾ അൺഓതറൈസ്ഡ് യൂസേഴ്സ്, അതായത് അതിന് അധികാരപ്പെട്ട ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റാസിനകത്ത്
പ്രവേശിക്കാനും അത് ഡീകോഡ് ചെയ്തെടുക്കാനും ഉള്ളൂ. അതിന് പ്രത്യേക സംവിധാനം, പ്രത്യേക പാസ്വേഡും പ്രത്യേക രീതികളൊക്കെ ഉണ്ടാവും. അത് ആർക്കാണോ അതിന് അവകാശപ്പെട്ടത് അല്ലെങ്കിൽ ആർക്കാണോ അതിനുള്ള പാസ്വേഡും ഒക്കെ അറിയുന്നത് അവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റും. നേരത്തെ എൻകോഡ് ചെയ്തിരിക്കുന്ന ഡാറ്റാസ് പ്രത്യേക രീതിയിൽ പ്രത്യേക ഫോമിലായിരിക്കും അത് നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കുക. ആ റെക്കോർഡ് ചെയ്ത ഡാറ്റാസ് തിരിച്ചെടുക്കുന്നതിന് അത് ഡീകോഡ് ചെയ്യാമെന്ന് പറയുന്നത്. ആ ഡീകോഡ് ചെയ്യാനും അതുപോലെ ആ ഡാറ്റ ഇൻ്റർപ്രിറ്റ് ചെയ്യാനും എന്ത് ചെയ്യാം, അത് ഓർഗനൈസ് ചെയ്ത ആരാണോ അവർക്ക് മാത്രമേ സാധിക്കൂ. ഇതാണ് ഡാറ്റ വോൾട്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെറിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. Computerized accounting system has some advantages or merits against manual accounting. നമ്മൾ മാനുവൽ അക്കൗണ്ടിങ്ങുമായി കമ്പയർ ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ചില മേന്മകൾ, ചില ഗുണങ്ങളുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിൽ ഒന്നാമതാണ് ടൈംലി ജനറേഷൻ ഓഫ് ഡിസൈഡ് റിപ്പോർട്ട്സ്. അപ്പോൾ നമുക്ക് ഏത് സമയത്ത് ഏത് റിപ്പോർട്ട് വേണമെങ്കിലും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലൂടെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. മാനുവൽ അക്കൗണ്ടിങ്ങിലാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടോ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റോ തയ്യാറാക്കണമെങ്കിൽ നമ്മൾ പർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞതിന് ശേഷം എല്ലാ ബാലൻസുകളും എന്ത് ചെയ്യണം, എല്ലാ അക്കൗണ്ടുകളും ബാലൻസ് ചെയ്യണം. ആ അക്കൗണ്ട് ബാലൻസ് ചെയ്തിട്ട് ട്രയൽ ബാലൻസ് തയ്യാറാക്കണം. എന്നിട്ട് അതിനുശേഷം മാത്രമേ നമുക്ക് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഫൈനൽ അക്കൗണ്ട്സ് തയ്യാറാക്കാൻ പറ്റും. ബട്ട് ഇൻ കേസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് വി ക്യാൻ പ്രിപ്പയർ എനി സ്റ്റേറ്റ്മെൻറ്റ്സ് അറ്റ് എനി ടൈം ഓഫ് എനി പീരിയഡ് ഓഫ് ടൈം, അല്ലെ അറ്റ് എനി ടൈം, ഏത് സമയത്തും നമുക്ക് ഏത് അക്കൗണ്ടുകൾ വേണമെങ്കിലും തയ്യാറാക്കാൻ സാധിക്കും എന്നുള്ളതാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെറിറ്റ്സ്. രണ്ടാമത് വരുന്നത് എഫിഷ്യൻസി ഇൻ റെക്കോർഡ് കീപ്പിംഗ്. വി ക്യാൻ കീപ് large number of records in a small space. ചെറിയൊരു സ്ഥലത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വലിയൊരു ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കും. അപ്പോൾ ദാറ്റ് ഈസ് എഫിഷ്യൻസി ഇൻ റെക്കോർഡ് കീപ്പിംഗ്. അതുപോലെ നമ്മൾ വെൻ വി കീപ് ദീസ് റെക്കോർഡ്സ് വി ക്യാൻ റിട്രീവ് ദ ഡാറ്റ അറ്റ് എനി ടൈം. നമുക്ക് ആവശ്യമായ ഡാറ്റാസ് ഏത് ഫയലിൽ നിന്ന് ഏത് സമയത്ത് വേണമെങ്കിലും വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, റിട്രീവ് ചെയ്യാൻ പറ്റും, തിരിച്ചെടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് the system of record keeping in computerized accounting. Next, third one is saves time and money. When we use computerized accounting system, the time consumed is very little. നമുക്ക് ഇപ്പം ഇൻ കേസ് ഓഫ് മാനുവൽ അക്കൗണ്ടിങ്, നമ്മളിപ്പോൾ മാനുവൽ അക്കൗണ്ടിങ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കവിടെ എന്താണ്, നമുക്കവിടെ ഒരുപാട് ആളുകൾ വേണ്ടി വരും അല്ലേ. അപ്പോൾ ഒരുപാട് സമയം എടുക്കും. നമുക്ക് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ എല്ലാ അക്കൗണ്ടുകളും ബാലൻസ് ചെയ്ത് കൊണ്ടുവരണം, ട്രയൽ ബാലൻസ് തയ്യാറാക്കണം, അത് കമ്പയർ ചെയ്ത് അതിനുശേഷം മാത്രമേ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തയ്യാറാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഒരുപാട് സമയം എടുക്കും. അതുപോലെ തന്നെ ഒരുപാട് എക്സ്പെൻസീവാണ്, ഒരുപാട് എംപ്ലോയീസിൻ്റെ ആവശ്യം. ഇപ്പോൾ വലിയൊരു ഓർഗനൈസേഷനാണെങ്കിൽ അവിടെ ഒരുപാട് ഡാറ്റാസ് ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് ചെയ്തു വരുന്നെങ്കിൽ എന്ത് ചെയ്യും, ഒരുപാട് സമയം എടുക്കും, ഒരുപാട് പണച്ചെലവും ഉള്ളതാണ്. ബട്ട് ഇൻ കേസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ദ നമ്പർ ഓഫ് എംപ്ലോയീസ് ക്യാൻ ബി ലിമിറ്റഡ്. നമുക്ക് എംപ്ലോയീസിൻ്റെ എണ്ണം കുറക്കാൻ പറ്റും, കുറച്ച് ആളുകൾ മതി. നമ്മൾ ഡാറ്റ എൻട്രി മാത്രമേ നടത്തുന്നത്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് കമ്പ്യൂട്ടറും സോഫ്റ്റ്വെയറാണ്. അപ്പോൾ സമയം ലാഭിക്കാം, പണവും ലാഭിക്കാം എന്നുള്ളതാണ് മറ്റൊരു മെറിറ്റ്സ് ആയിട്ട് കാണുന്നത്. ഫോർത്ത് വൺ ഈസ് കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ഡാറ്റ ഈസ് മെയിൻറ്റെയിൻഡ്. വി ക്യാൻ മെയിൻറ്റെയിൻ ദ ഡാറ്റ കോൺഫിഡൻഷ്യലി. അത് നമ്മൾ പറഞ്ഞ നേരത്തെ എന്താണ്, നമ്മുടെ ഈ ഡാറ്റാസ് അല്ലെങ്കിൽ നമ്മൾ ഡാറ്റ എൻട്രി ചെയ്യുമ്പോൾ അവിടെ നമ്മൾ സെക്യൂരിറ്റി പാസ്വേഡുകളൊക്കെ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നമ്മൾ എൻട്രി ചെയ്യുന്ന ഡാറ്റാസ് മറ്റുള്ളവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡാറ്റാസിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പാസ്വേഡും യൂസർ നെയിമും ഒക്കെ അറിയണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഡാറ്റ എന്താണ്, കോൺഫിഡൻഷ്യൽ ആയിരിക്കും. നമ്മൾ എൻട്രി ചെയ്യുന്ന ഡാറ്റാസ് അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ എൻട്രി ചെയ്യുന്ന ഡാറ്റാസ് കോൺഫിഡൻഷ്യലായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് മറ്റൊരു മെറിറ്റ്സ്. നെക്സ്റ്റ് വൺ ഈസ് ഓട്ടോമേറ്റഡ് document preparation. We can prepare any documents at any time. അതായത് നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിനകത്ത് ഏത് ഡോക്യുമെൻറ്റ്സ് വേണമെങ്കിലും ഏത് സമയത്തും ഓട്ടോമാറ്റിക്കായിട്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ മാനുവൽ അക്കൗണ്ടിങ് നമ്മളിപ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കണം, അല്ലെങ്കിൽ റിപ്പോർട്ടോ തയ്യാറാക്കണമെങ്കിൽ നമ്മളെല്ലാ റെക്കോർഡുകളും പരിശോധിച്ച് എല്ലാ ബുക്കുകളും പരിശോധിച്ച് അതിനകത്ത് ഡാറ്റ കളക്ട് ചെയ്ത് അതൊക്കെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. പക്ഷേ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് അപ്പോൾ അത് ഓട്ടോമാറ്റിക് ഡോക്യുമെൻറ്റ് പ്രിപ്പറേഷനാണ്. നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ്സോ വേണമെങ്കിൽ ജസ്റ്റ് നമ്മൾ ആ ഓപ്ഷൻസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് ബൈ ദ സോഫ്റ്റ്വെയർ. വൺ ഈസ് ട്രാൻസ്പെറൻസി ആൻഡ് റിലയബിലിറ്റി. അതായത് ഡാറ്റ എൻറ്റേർഡ് ഇൻ
computerized accounting system is transparent and reliable because നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡാറ്റാസ് വളരെ കറക്റ്റാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടും കറക്റ്റായിരിക്കും. സോ ദ ഡാറ്റ ഓർ റിപ്പോർട്ട്സ് പ്രിപ്പയർഡ് ഫ്രം കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഈസ് റിലയബിൾ. അതുപോലെ തന്നെ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡാറ്റാസ്, ഒരു ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എൻ്റർ ചെയ്യുന്ന ഡാറ്റാസ് നേരത്തെ ഞാൻ പറഞ്ഞു, നമുക്ക് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ അതുപോലെ ഹയർ ലെവൽ ഓഫീഷ്യൽസിന് കാണാൻ പറ്റും. ട്രാൻസ്പെറൻ്റ് ആണ്. ഒരാൾക്കും ഒരു ഡാറ്റാസും മറച്ചു വെക്കാൻ സാധിക്കില്ല. കാരണം അതിൻ്റെ ഓഫീഷ്യൽസിന് എല്ലാ ഡാറ്റാസും കാണാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. സോ ദ ഡാറ്റ വിൽ ബി ട്രാൻസ്പെറൻറ്റ് ആൻഡ് റിലയബിൾ. നെക്സ്റ്റ് 7th one is accurate and updated information. If the data entered by the operator is correct, then the result will be accurate and it will be updated. Each transaction is entered in the computerized accounting system daily, so we can prepare any reports on the basis of updated information. All the data are up to date. നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് എല്ലാ ദിവസവും കൃത്യമായിട്ട് ഡാറ്റ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതാത് ദിവസം തന്നെ എന്ത് ചെയ്യും, ആ ദിവസം വരെയുള്ള ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് ഏത് റിപ്പോർട്ട്സ് വേണമെങ്കിലും തയ്യാറാക്കാൻ സാധിക്കുന്നതാണ് ഏറ്റവും വലിയൊരു മെറിറ്റായിട്ട് കാണുന്നത്. Next we are going to demerits. What are the limitations of computerized accounting system? The first one is dangers of hackers and stealing of data. ഇപ്പോൾ ചില ആളുകൾ നമ്മുടെ ഡാറ്റാസ് അല്ലെങ്കിൽ നമ്മുടെ സൈറ്റിനകത്തൊക്കെ നുഴഞ്ഞു കയറാം, ഹോക്കേഴ്സ് ഉണ്ടാവും. അതുപോലെ സ്റ്റീലിംഗ് ഓഫ് ഡാറ്റ, നമ്മുടെ ഡാറ്റാസ് മോഷ്ടിക്കാം. പല നേരത്തെ നമ്മുടെ സെക്യൂരിറ്റി സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചില വൈറസുകളും ചില ആളുകൾ വൈറസ് രൂപത്തിലുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യും. നമ്മുടെ അതുപോലെ സ്ഥാപനങ്ങളുടെ സൈറ്റിലേക്കൊക്കെ വെബ്സൈറ്റിലൊക്കെ എന്ത് ചെയ്യാം, നുഴഞ്ഞു കയറുന്ന സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അത് നമുക്കൊരു ഭീഷണിയാണ്. പലപ്പോഴായിട്ട് നമ്മുടെ ഡാറ്റാസ് നഷ്ടപ്പെടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. സെക്കൻഡ് വൺ ഈസ് പ്രോബ്ലം വിത്ത് ടെക്നോളജി. വെൻ ചേഞ്ചസ് ഇൻ ടെക്നോളജി, നമുക്കറിയാം ടെക്നോളജി ഡൈനാമിക് ആണ്, എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കുകയാണ് അല്ല. ഡെയിലി നമ്മളൊക്കെ ഓരോ ദിവസവും ടെക്നോളജീസിൽ മാറ്റം വരുത്തുക. അപ്പോൾ ഈ മാറ്റം വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, വി ഹാവ് ടു ചേഞ്ച് അവർ സിസ്റ്റം. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റം, നമ്മുടെ കമ്പ്യൂട്ടർ, നമ്മുടെ ഉപയോഗിക്കുന്ന ടെക്നോളജിയൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ഓരോ പ്രാവശ്യം അത് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കേണ്ടി വരും അതിനെപ്പറ്റി. ഇറ്റ് വിൽ ക്രിയേറ്റ് സം പ്രോബ്ലംസ്. അപ്പോൾ നമ്മളെ എംപ്ലോയീസ് അത് പഠിക്കണം, നമ്മൾ കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകൾ അതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം. അപ്പോൾ അവർക്ക് ആവശ്യമായ ട്രെയിനിങ് കൊടുക്കേണ്ടി വരും. അതുപോലെ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ പഴയ സിസ്റ്റം മാറ്റി പുതിയ സിസ്റ്റം വാങ്ങിക്കേണ്ടി വരും. ഇങ്ങനെയുള്ള ടെക്നോളജിക്കൽ ചേഞ്ചസ് വരും, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാകാം. നെക്സ്റ്റ് തേർഡ് വൺ ഈസ് നോൺ അവൈലബിലിറ്റി ഓഫ് സ്കിൽഡ് പേഴ്സണൽ. അപ്പോൾ നമുക്ക് ആവശ്യമായ സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ, പ്രൊഫഷണലി അല്ലെങ്കിൽ ആ ജോലിയിൽ പ്രൊഫഷണലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ, ടെക്നോളജിക്കലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ ആവശ്യമുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു സോഫ്റ്റ്വെയറിനകത്ത് മാറ്റം വരാം, ഹാർഡ്വെയറിനകത്ത് മാറ്റം വരാം. അപ്പോൾ ഇത്തരം മാറ്റങ്ങൾ വരുമ്പോൾ ആ മാറ്റങ്ങൾ അറിഞ്ഞിരിക്കുന്ന ആളുകളെ നമുക്ക് ആവശ്യമായിരുന്നു. അപ്പോൾ അവരെ നമ്മൾ സ്കിൽഡ് ആക്കണം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ നേരത്തെയുള്ള ആളുകൾക്ക് ഇതിനെപ്പറ്റി നല്ല ബോധം ഉണ്ടാകണമെന്നില്ല, നല്ല അറിവുണ്ടായിരിക്കണമെന്നില്ല. അപ്പോൾ ദാറ്റ് ഈസ് അനദർ പ്രോബ്ലം ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം, നോൺ അവൈലബിലിറ്റി ഓഫ് സ്കിൽഡ് പേഴ്സണൽ. നെക്സ്റ്റ് വൺ ഈസ് ചാൻസ് ഓഫ് ഡാറ്റ ലോസ് ഡ്യൂ ടു വേരിയസ് റീസൺസ്. പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഡാറ്റാസ് നഷ്ടപ്പെടാം. അപ്പോൾ നമ്മളൊരു ഡാറ്റ ചെയ്തുകൊണ്ടേയിരിക്കുക, നമ്മളൊരു ഡാറ്റ എൻട്രി നടത്തിക്കൊണ്ടേയിരിക്കുമ്പോൾ പെട്ടെന്ന് പവർ ഫെയിലർ വരികയാണ്. നമ്മൾ നേരത്തെ സേവ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ഡാറ്റ മുഴുവനായിട്ട് നഷ്ടപ്പെടും. അപ്പോൾ പിന്നെ വീണ്ടും നമ്മൾ രണ്ടാമതും അത് എൻട്രി ചെയ്യുകയാണ്. ഇനി അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഹാർഡ് ഡിസ്ക് പ്രോബ്ലമോ, നമ്മൾ സ്റ്റോറേജ് ഇരിക്കുന്ന പെൻ ഡ്രൈവുകളോ അല്ലെങ്കിൽ ഹാർഡ് ഡിസ്കുകളോ മറ്റു ഡിസ്കുകളോ സംവിധാനങ്ങളോ എന്ത് ചെയ്യാം, അതിനെന്തെങ്കിലും ക്രാക്ക് വന്നാൽ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ഡാറ്റാസ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെയൊക്കെ ഒരു ബാക്കപ്പ് ഫയൽ എടുത്തു വെക്കാവുന്നതാണ്. അപ്പോൾ ദർ മേ ബി ചാൻസ് ഓഫ് ഡാറ്റ ലോസ് ഡ്യൂ ടു വേരിയസ് റീസൺസ്. പല കാരണങ്ങൾ കൊണ്ടും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ ഈസ് ഫാസ്റ്റർ ഒബ്സോലസൻസ് ഓഫ് ടെക്നോളജി വിച്ച് ലീഡ്സ് ടു സ്ക്രാപ്പിംഗ് ഓഫ് ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, ടെക്നോളജീസ് മാറ്റം വരാം. അപ്പോൾ ടെക്നോളജീസിൽ മാറ്റം വരുമ്പോൾ നമ്മുടെ പഴയ ടെക്നോളജീസ് ഔട്ട് ഓഫ് ഡേറ്റ് ആവും. അപ്പോൾ ഔട്ട് ഓഫ് ഡേറ്റ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു ഇൻവെസ്റ്റ് മോർ മണി ഇൻ ന്യൂ ടെക്നോളജി. അപ്പോൾ ഇറ്റ് വിൽ റിക്വയർ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സ്ക്രാപ്പിംഗ് വിച്ച് ലീഡ്സ് ടു സ്ക്രാപ്പിംഗ്. പഴയതാകുമ്പോൾ നമുക്ക് എന്താ പറ്റുക, അത് സ്ക്രാപ്പായിട്ട് ഒഴിവാക്കേണ്ടി വരും, വിറ്റ് ഒഴിവാക്കേണ്ടി വരും, നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. വീണ്ടും പുതിയ ടെക്നോളജീസ് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ് മറ്റൊരു ഡ്രോബാക്സ്. നെക്സ്റ്റ് വൺ ഈസ് ഹ്യൂജ് ട്രെയിനിങ് കോസ്റ്റ് ഓഫ് എംപ്ലോയീസ്.
അതായത് നമ്മൾ പുതിയ ടെക്നോളജീസ് വരുമ്പോൾ എന്ത് ചെയ്യണം, എംപ്ലോയീസിനെ അതിന് തയ്യാറാക്കണം. അപ്പോൾ ദേ മസ്റ്റ് ബി ഗിവൺ ട്രെയിനിങ്, ദോ ഇറ്റ് റിക്വയർസ് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ കോസ്റ്റ് ഫോർ ട്രെയിനിങ് ഓഫ് എംപ്ലോയീസ്. അപ്പോൾ ഓരോ ടെക്നോളജി മാറുന്നതിനനുസരിച്ചും നമ്മൾ എന്ത് ചെയ്യണം, എംപ്ലോയീസിന് ആവശ്യമായ ട്രെയിനിങ്, പരിശീലനം നൽകേണ്ടി വരും. അപ്പോൾ പരിശീലനം നൽകുമ്പോൾ നമുക്ക് അവർ എന്തെങ്കിലും പ്രൊഡക്ഷൻ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റീസ് നടക്കുന്നില്ല, അവർ ട്രെയിനിങ് മാത്രം നടക്കുന്നത്. ആ സമയത്ത് വി ഹാവ് ടു പേ മണി, വി ഹാവ് ടു പേ സാലറി ടു ദം. അവർക്ക് നമ്മൾ സാലറി കൊടുക്കണം അല്ലേ. അപ്പോൾ അങ്ങനെ സാലറി കൊടുക്കുമ്പോൾ എന്താവും, നമുക്ക് വേറെ പ്രൊഡക്ഷൻസ് ഒന്നും നടക്കില്ല, പക്ഷേ നമ്മൾ അതിന് സാലറി കൊടുക്കുകയും വേണം. അപ്പോൾ അതാണ് പറയുന്നത് ഹ്യൂജ് ട്രെയിനിങ് കോസ്റ്റ് ഓഫ് എംപ്ലോയീസ്. നെക്സ്റ്റ് വരുന്നത് unprogrammed and unspecified reports cannot be prepared or generated from the system. നമ്മളിപ്പം ഇതിനകത്ത് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ എങ്ങനെയാണോ ഡെവലപ്പ് ചെയ്തത് അതനുസരിച്ചുള്ള റിപ്പോർട്ട്സ് മാത്രമേ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതിനകത്ത് നമ്മൾ പ്രോഗ്രാമിനകത്ത് എന്താണോ പറഞ്ഞത് ആ പറഞ്ഞിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ചുകൊണ്ടുള്ള റിപ്പോർട്ട്സ്, അല്ലെങ്കിൽ നമ്മൾ ആ പ്രോഗ്രാമിൻ്റെ എന്താണ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നത്, ആ കൊടുത്ത ഇൻസ്ട്രക്ഷൻ അനുസരിച്ചുള്ള റിപ്പോർട്ട്സ് മാത്രമേ കമ്പ്യൂട്ടറിന് ജനറേറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ പ്രോഗ്രാമിൽ പറയാതോ അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്യാതോ ഒരു റിപ്പോർട്ട്സ് നമുക്ക് നിലവിൽ ഈ സിസ്റ്റത്തിനകത്ത് നിന്ന് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളത് വലിയൊരു ഡ്രോബാക്കാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തെ സംബന്ധിച്ചുള്ളൂ. അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ഡാറ്റാസ് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. Then we have to collect the data, then store the data, process and communicate to the users. ഇപ്പോൾ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ഡാറ്റാസ് നമ്മൾ കണ്ടെത്തുകയും അത് ശേഖരിക്കുകയും അത് എന്ത് ചെയ്യണം, സംരക്ഷിക്കുകയും അത് പ്രോസസ്സ് ചെയ്യും, പ്രവർത്തികമാക്കുകയും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്ന, അത് എന്ത് ചെയ്യുക, മറ്റുള്ളവർക്ക് കൈമാറുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം. Accounting information system identifies, collects, stores, processes and communicates accounting data and makes it available to needy users in time for decision making. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് there are different users of accounting. അപ്പോൾ ഈ അക്കൗണ്ടിങ് യൂസേഴ്സിന് ആവശ്യമായ ഡാറ്റാസ് ആവശ്യമായ സമയത്ത് തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം. In accounting information system, first we have to identify what are the data to be recorded. Second one, we have to collect such data, and these data are to be stored or recorded in our accounting system. Then we process the data according to our requirements and prepare reports, and these reports are communicated to the needed users. Next we have different types of elements of accounting information system. Accounting information system includes different categories or different subheads, subgroups, subsystems. So these subsystems include cash and bank subsystem. In cash and bank subsystem, we record receipts and payments of cash, both physical cash and electronic fund. അപ്പോൾ നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഫിസിക്കൽ ക്യാഷ് മാത്രമല്ല ഇലക്ട്രോണിക് ഫണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, അതുപോലെ ഫണ്ട് ട്രാൻസ്ഫർ അല്ലെ, ഫണ്ട് ട്രാൻസ്ഫർ പല രീതികളുണ്ട്, ഗൂഗിൾ പേ, അതുപോലെ തന്നെ ബീംസ് അല്ലേ, അതുപോലെ തന്നെ എന്താണ് നെറ്റ് ബാങ്കിങ്, ഇങ്ങനെ പല സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം സംവിധാനങ്ങളിലൂടെ നമ്മൾ ഇലക്ട്രോണിക് ഫണ്ടിങ് സംവിധാനങ്ങളുണ്ട്, ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന അതിൻ്റെ റെസീറ്റ്സും പേയ്മെൻറ്റ്സും റെക്കോർഡ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ക്യാഷ് ആൻഡ് ബാങ്ക് സബ്സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് വൺ ഈസ് സെയിൽസ് ആൻഡ് അക്കൗണ്ട്സ് റിസീവബിൾ സബ്സിസ്റ്റം. It records sales, managing receivables, prepare reports on sales, overdue accounts, etc. ഇപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും വരുന്നത് സെയിൽസും അതുപോലെ തന്നെ അക്കൗണ്ട്സ് റിസീവബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ബിൽസ് റിസീവബിൾ, അതുപോലെ ഡെറ്റേഴ്സ്, ഇതൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് സെയിൽസ് ആൻഡ് അക്കൗണ്ട്സ് റിസീവബിൾ സബ്സിസ്റ്റം. ഇവിടെ നമ്മൾ റെക്കോർഡ് സെയിൽസ് എന്ന് പറയുമ്പോൾ ക്യാഷ് സെയിൽസ് ആൻഡ് ക്രെഡിറ്റ് സെയിൽസ് ഉണ്ടാകാം, അതുപോലെ തന്നെ റെസീവബിൾസ് ബിൽസ് റിസീവബിൾ ഉണ്ടാവും, അതുപോലെ സൺട്രി ഡെറ്റേഴ്സ് ഉണ്ടാവും. ഡെറ്റേഴ്സിനും ദർ മേ ബി ചാൻസ് ഓഫ് ബാഡ് ഡെറ്റ്സ്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യും. അതുപോലെ ഓവർഡ്യൂ അക്കൗണ്ട്സ്, സം എമൗണ്ട് മേ നോട്ട് ബി റിസീവ്ഡ് ബട്ട് ഇറ്റ് ബിക്കംസ് ഡ്യൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് സെയിൽസ് ആൻഡ് അക്കൗണ്ട്സ് റിസീവബിൾ സബ്സിസ്റ്റം. നെക്സ്റ്റ് വൺ ഈസ് ഇൻവെൻട്രി സബ്സിസ്റ്റം. തേർഡ് വൺ ഈസ് ഇൻവെൻട്രി സബ്സിസ്റ്റം. When we purchase or produce the goods,
the purchased or produced goods cannot be completely sold at the end of that particular accounting period. There may be some balance at the end of the accounting period for sale. Such a balance are called stock or inventory. In inventory subsystem records purchase and sale of products. It specify the price, quantity, date, etc. അപ്പോൾ നമ്മൾ ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റ് മുഴുവനായിട്ട് നമുക്ക് എന്താ പറ്റില്ല, ആ വർഷം വിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു വർഷത്തിൻ്റെ അവസാനം വിൽക്കാതെ ബാക്കി വരുന്ന പ്രൊഡക്ട്സിനെ അല്ലെങ്കിൽ ഗുഡ്സിനെ നമ്മൾ എന്ന് പറഞ്ഞാൽ ഇൻവെൻട്രി അല്ലെങ്കിൽ സ്റ്റോക്ക്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യണം. അതൊക്കെയാണ് അതിൻ്റെ പ്രൈസ് എത്രയാണ്, എത്ര പ്രൈസാണ്, അതിൻ്റെ ക്വാണ്ടിറ്റി എത്ര ക്വാണ്ടിറ്റി ബാക്കിയുണ്ട്, ഡേറ്റ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്ന സംവിധാനമാണ് ഇൻവെൻട്രി സബ്സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഫോർത്ത് വൺ ഈസ് അക്കൗണ്ട്സ് പേയബിൾ സബ്സിസ്റ്റം. അക്കൗണ്ട്സ് പേയബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ വെൻ വി പർച്ചേസ് ദ ഗുഡ്സ്, when we purchase the goods, there may be cash purchase and credit purchase. In case of credit purchase, the payment will be made later. നമ്മൾ പൈസ പിന്നീടാണ് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ അത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ there may be bills payable, അപ്പോൾ ക്രെഡിറ്റേഴ്സ്, പൈസ കൊടുക്കാനുള്ള ആളുകളെ നമ്മൾ ക്രെഡിറ്റേഴ്സ് നിർദ്ദേശിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാനേജ് ചെയ്യുക, അതിന് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ തയ്യാറാക്കുക. ഇത് സംവിധാനമാണ് പർച്ചേസ് ആൻഡ് അക്കൗണ്ട്സ് പേയബിൾ സബ്സിസ്റ്റം. അപ്പോൾ ക്രെഡിറ്റ് പർച്ചേസുമായി ബന്ധപ്പെടുന്ന ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ഇത്തരം കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ക്യാഷ് പർച്ചേസ് എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡ്സ് ക്യാഷ് പർച്ചേസും ക്രെഡിറ്റ് പർച്ചേസ്, ഇത്തരം കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് പർച്ചേസ് ആൻഡ് അക്കൗണ്ട്സ് പേയബിൾ സബ്സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ ഈസ് പേറോൾ അക്കൗണ്ടിംഗ് സിസ്റ്റം. പേറോൾ അക്കൗണ്ടിംഗ് സിസ്റ്റം നമുക്കറിയാം, ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് പേയ്മെൻറ്റ് ഓഫ് വേജസ് ഓർ സാലറീസ് ടു എംപ്ലോയീസ്. അപ്പോൾ എംപ്ലോയീസ് വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് എങ്ങനെയാണ് സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്നത്, വേജസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക, സാലറീസിനകത്ത് എന്തൊക്കെ ഉൾപ്പെടണം, വേജസ് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുക. പിന്നെ ഷോസ് ബേസിക് പേ, DA ആൻഡ് അതർ അലവൻസ്, അത് അടിസ്ഥാന ശമ്പളം, അതുപോലെ തന്നെ ക്ഷാമബത്ത, അതുപോലെ മറ്റ് ആനുകൂല്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കുന്ന റിപ്പോർട്ട് തയ്യാറാക്കുകയും അതുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്ന സംവിധാനത്തെ നമ്മൾ എന്ത് പറയുന്നത് പേറോൾ അക്കൗണ്ടിംഗ് സബ്സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഓൾസോ ഷോ ഡിഡക്ഷൻസ് ലൈക്ക് PF, ടാക്സ്, ലോൺസ് എക്സെട്ര. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് നമ്മളിപ്പോൾ ഒരാൾ ശമ്പളം വാങ്ങിക്കുമ്പോൾ അയാൾക്ക് എന്ത് ചെയ്യുന്നു, പ്രൊവിഡൻറ്റ് ഫണ്ട് ഉണ്ടാവും അല്ലേ, ടാക്സ്, ഇൻകം ടാക്സ് കൊടുക്കേണ്ടി വരും, അതുപോലെ അയാൾ ചിലപ്പോൾ എന്ത് ചെയ്യാം ലോൺസ് എടുത്തിട്ടുണ്ടാവും. ഇതൊക്കെ ഡിഡക്റ്റ് ചെയ്ത് ബാക്കി വരുന്ന പൈസയാണ് അവർക്ക് എന്ത് ചെയ്യാം നമ്മൾ ഡയറക്റ്റായിട്ട് സാലറി ആയിട്ട് ബാക്കി കൊടുക്കുന്നത്, അല്ലാതെ മുഴുവൻ പൈസയും സാലറി ആയിട്ട് കൊടുക്കില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ അതിനകത്ത് കൃത്യമായി സ്പെസിഫൈ പറഞ്ഞിരിക്കണം. നെക്സ്റ്റ് സിക്സ്ത് വൺ ഈസ് ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിംഗ് സബ്സിസ്റ്റം. നമുക്കറിയാം ഒരു ബിസിനസ് സ്ഥാപനത്തിനകത്ത് ദർ മേ ബി ഫിക്സഡ് അസറ്റ്സ് ലൈക്ക് ലാൻഡ്, ബിൽഡിംഗ്, ഫേർണിച്ചർ എക്സെട്ര. പിന്നെ വാങ്ങിക്കും, നമ്മൾ അഡീഷണലായിട്ട് പുതിയ ലാൻഡ് വാങ്ങിക്കാം അല്ലെങ്കിൽ ബിൽഡിംഗ് വാങ്ങിക്കാം. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, ചിലപ്പോൾ പഴയ മെഷീനറീസൊക്കെ വിൽക്കാം. പിന്നെ ചിലപ്പോൾ എന്ത് ചെയ്യാം, ഈ അസറ്റിൻ്റെ വില കുറയുകയോ ഡിപ്രിസിയേഷൻ ഉണ്ടാകാം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡിപ്രിസിയേഷൻ, ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്സ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു സംവിധാനത്തെ നമ്മൾ ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിംഗ് സബ്സിസ്റ്റം. ടു പ്രിപ്പയർ റിപ്പോർട്ട്സ് അബൌട്ട് കോസ്റ്റ്, ഡിപ്രിസിയേഷൻ ആൻഡ് ബുക്ക് വാല്യൂ ഓഫ് അസറ്റ്സ്. അപ്പോൾ അസറ്റിൻ്റെ കോസ്റ്റ്, വാങ്ങിച്ച പൈസ, അതുപോലെ തന്നെ തേയ്മാനം എത്രയാണ്, ഇപ്പോൾ അതിൻ്റെ ബുക്ക് വാല്യൂ എത്ര, ഇത്തരം കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിംഗ് സബ്സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് സെവൻത് വൺ ഈസ് ടാക്സ് അക്കൗണ്ടിംഗ് സബ്സിസ്റ്റം. അപ്പോൾ ഡീൽസ് വിത്ത് വേരിയസ് ടാക്സസ്. അപ്പോൾ നമുക്കറിയാം പണ്ട് നേരത്തെ നമുക്ക് പല രീതിയിലുള്ള ടാക്സ് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് GSTയിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത് യൂസ്ഡ് ഇൻ ലാർജ് സ്കെയിൽ ബിസിനസ് ഓർഗനൈസേഷൻസ്. ഇപ്പോൾ ലാർജ് സ്കെയിൽ ബിസിനസ് ഓർഗനൈസേഷനിൽ GST കളക്ട് ചെയ്യും. ആ GST നമ്മൾ എത്ര GST ഗവൺമെൻറ്റിലേക്ക് അടച്ചു, ഇനി എത്ര അടക്കാൻ ബാക്കിയുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി സൂക്ഷിക്കുന്ന സംവിധാനമാണ് ടാക്സ് അക്കൗണ്ടിംഗ് സിസ്റ്റം. അതുപോലെ തന്നെ വി ഹാവ് ടു പേ ഇൻകം ടാക്സ് ടു ദ ഗവൺമെൻറ് ആൻഡ് വി മേക്സ് റവന്യൂ ഓർ ഇൻകം. ഇത്രയും കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്നത് ടാക്സ് അക്കൗണ്ടിംഗ് സബ്സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് 8th വൺ ഈസ് ഫൈനൽ അക്കൗണ്ട് സബ്സിസ്റ്റം. ഫൈനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈസ് ദ പ്രിപ്പറേഷൻ ഓഫ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കുന്നത് എങ്ങനെയാണ്, ഏതൊക്കെ ഐറ്റംസാണ് നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഉൾപ്പെടുത്തുന്നത്, ഏതൊക്കെ ഐറ്റംസ് ബാലൻസ് ഷീറ്റിൽ ഉൾപ്പെടുത്താം, അതുപോലെ പ്രിപ്പയർ അതർ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോർ റിപ്പോർട്ടിംഗ് പർപ്പസ്. ഇത് കൂടാതെ നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഇങ്ങനെ പല സ്റ്റേറ്റ്മെൻറ്റുകളും തയ്യാറാക്കും. ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഫൈനൽ അക്കൗണ്ട് സബ്സിസ്റ്റം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. നെക്സ്റ്റ് 9th വൺ ഈസ് റിലേറ്റഡ് വിത്ത് കോസ്റ്റിംഗ് സബ്സിസ്റ്റം.
It deals with the cost of materials, labor and other expenses to find out cost of production. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് മുമ്പേ ആ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യും. അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ പോകുമ്പോൾ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം, അതിന് മെറ്റീരിയൽസ് വേണം അല്ലേ, ലേബേഴ്സ് വേണം, അതുപോലെ തന്നെ മറ്റ് ചിലവുകളുണ്ടാവും. അപ്പോൾ ഇതൊക്കെ എത്ര വരും, എത്ര മെറ്റീരിയൽസ് വേണം. അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് എത്ര മെറ്റീരിയൽസ് ആവശ്യമായി വരും, ഇത്ര ആളുകളെ ലേബറിൻ്റെ തൊഴിൽ അധ്വാനം വേണം, ഇനി മറ്റ് ചിലവുകൾ എന്തൊക്കെ വേണം, ഇതെല്ലാം കൂടി ചേർന്ന് നമ്മൾ എന്ത് കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് വേണം. അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിന് മുമ്പേ എന്ത് ചെയ്യണം, ഈ കോസ്റ്റ് കണ്ടുപിടിക്കുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് കോസ്റ്റ് സബ്സിസ്റ്റം. ലാസ്റ്റ് വൺ ഈസ് 10th one is budget subsystem. In this system, we prepare the budget for the next year. അപ്പോൾ അടുത്ത വർഷം നമുക്ക് ഉണ്ടാകുന്ന ചിലവുകൾ എന്തൊക്കെയാണ്, നമുക്ക് എത്ര ചിലവ് വരും അല്ലേ. നമ്മളിപ്പം ഓരോ കൊല്ലവും നമ്മൾ അടുത്ത കൊല്ലം നമ്മൾ അതിനെപ്പറ്റി ഒരു ധാരണ വേണം. നമുക്ക് ഇത്ര വരുമാനം ഉണ്ടാവും, നമ്മൾ ഇത്ര വരുമാനം പ്രതീക്ഷിക്കുന്നു, ഇത്ര ചിലവ് പ്രതീക്ഷിക്കുന്നു, അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതാണ് നമ്മൾ ബഡ്ജറ്റ് സബ്സിസ്റ്റം. എന്നിട്ട് കമ്പയർ ദ ബഡ്ജറ്റ് വിത്ത് ആക്ച്വൽ പെർഫോമൻസ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ബഡ്ജറ്റും നമുക്ക് ആക്ച്വലി ഉണ്ടായ പെർഫോമൻസും തമ്മിൽ എന്തെങ്കിലും കമ്പയർ ചെയ്യും. അപ്പോൾ ദിസ് ഈസ് കോൾഡ് ബഡ്ജറ്റ് സബ്സിസ്റ്റം. ദീസ് ആർ ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ വിവിധ ഭാഗങ്ങളാണ് പഠിച്ചത്. ഇത്രയും ക്ലാസ്സുകൾ നമ്മൾക്ക് ശ്രദ്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.